നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ ഒരു ഭരണമാറ്റത്തിനായി 8 വർഷം നീണ്ട തപസ് അനുഷ്ഠിച്ച ഒരു സാധാരണക്കാരന്റെ കഥയാണിത്. പ്രണയം നഷ്ടപ്പെട്ടു, ഭ്രാന്തനെന്ന് വിളികേട്ടു. എന്നാൽ പിന്മാറാൻ പ്രദീപ് ഒരുക്കമായിരുന്നില്ല. തൊടുപുഴ നെയ്യശ്ശേരി കാഞ്ഞിരക്കുഴിയിലെ കെ പ്രദീപ് എന്ന അയ്യപ്പ ഭക്തൻ. പിണറായി ഭരണം അവസാനിക്കാതെ താടിയും മുടിയും മുറിക്കില്ലെന്ന് 2018 എടുത്ത പ്രതിജ്ഞയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത്. കെ പ്രദീപ് എന്ന ഞാൻ ശപഥപൂർത്തീകരണം നടത്തുന്നു. പിണറായിസം തകർന്ന ശേഷമേ താടിയും മുടിയും വെട്ടുകയുള്ളൂ എന്ന എൻ്റെ ശപഥപൂർത്തീകരണം. എൻ്റെ ജീവിതത്തിൽ ഇന്ന് എനിക്ക് ഏറ്റവും വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. വളരെ വലിയ സന്തോഷത്തിലാണ് ഞാൻ. കാരണം ഇത് 1-2 ദിവസത്തെയോ മാസത്തെയോ ഒന്നും കാര്യമല്ല. ഏകദേശം ഒരു 8 വർഷത്തെ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച് മറ്റൊരു വഴിയിലൂടെ നടത്തി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് നഷ്ടങ്ങളിലൂടെ ഞാൻ സഞ്ചരിക്കേണ്ട അവസ്ഥ, വ്യക്തിപരമായിട്ടും സൗഹൃദപരമായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു കുട്ടിയെ എനിക്കിഷ്ടമുണ്ടായിരുന്നു, അത് നടക്കാതെ പോയതിൻ്റെ കാരണം, അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ. ശരിക്കും പറഞ്ഞാൽ അങ്ങ് വന്ന് ഒറ്റയ്ക്കാവുന്നൊരവസ്ഥയിലേക്ക് ആയിപ്പോയി എല്ലാ രീതിയിലും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറി സഞ്ചരിക്കുന്ന ഒരവസ്ഥ. എൻ്റെ ഒരൊറ്റ ലക്ഷ്യം എനിക്കുണ്ടായിരുന്നുള്ളൂ. എന്ത് നഷ്ടപ്പെട്ടാലും, അതിപ്പോൾ സാമ്പത്തികമായിട്ടല്ല, സൗഹൃദങ്ങളല്ല, ഏത് ബന്ധങ്ങൾ, ആരൊക്കെ വിട്ടുപോയി, അതൊക്കെ നഷ്ടം, വിവാഹം കഴിക്കാറുന്ന കുട്ടി പോയി, ഇതൊന്നും ആയിരുന്നു എൻ്റെ ലക്ഷ്യം. ആ സമയത്ത് ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, ഈ പിണറായിസം തകരണം. എന്താണ് പിണറായിസം എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. ഈ നാടിനെ നശിപ്പിക്കുന്ന അവസ്ഥയിൽ എല്ലാ രീതിയിലും ഒരു പ്ലസ് പോയിൻ്റായിട്ട് കാണാനായിട്ട് ഒരു കാര്യമില്ല. നമുക്കൊരാളെ എത്ര ശത്രുവാണെങ്കിലും, എത്ര വൃത്തികെട്ട ഒരാളാണെങ്കിലും അവരെ ഇഷ്ടപ്പെടാൻ എന്തെങ്കിലും ഒരു കാരണമൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ പിണറായി ഭരണത്തെ ഇഷ്ടപ്പെടാനായിട്ട് എന്താ ഉള്ളത്? ഒന്നും കാണാൻ എനിക്ക് കഴിയുന്നില്ല. അതിനടിമകളായവർ പല രീതിയിൽ അതിനെ പരിപോഷിപ്പിച്ച് പല രീതിയിൽ പറയുന്നു എന്നുള്ളതല്ലാതെ. അപ്പോൾ ഇന്ന് ഞാൻ ഇലക്ഷൻ കഴിഞ്ഞു. അതിൻ്റേതായ പല കാര്യങ്ങൾ, ഒരുപാട് തിരക്കുകൾ, ഒരുപാട് ചിന്തകൾ, സംസാരങ്ങൾ. ഇന്നത്തെ ഒരു ദിവസം തിരഞ്ഞെടുത്ത് എൻ്റെ ഒരു സന്തോഷത്തിൽ ഇന്നിവിടെ പായസം ഉണ്ടാക്കി എല്ലാവർക്കും വിതരണം ചെയ്തു. ഞാനത് വളരെ സന്തോഷത്തിലാണ്. ഇതിൽ വന്ന നഷ്ടം എന്ന് പറയുന്നത് ഒരുപാട് നഷ്ടങ്ങളാണ്, ചെറിയ നഷ്ടങ്ങളല്ല വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിലുണ്ടായത്. എല്ലാ കാര്യവും പറയാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറൊരു മനുഷ്യനായി മാറിപ്പോകുന്ന ഒരവസ്ഥ ജീവിതത്തിൽ. നമുക്ക് നിലവിൽ എന്താ പറയുക, ഒരു ജന്മത്തിൽ തന്നെ വീണ്ടും നമ്മൾ മനുഷ്യരായി മാറി പുതിയ രീതിയിലേക്ക് വന്ന് ഒരു ഘട്ടം കഴിയുന്നു, വീണ്ടും അടുത്തൊരാളായിട്ട് വ്യക്തിയായിട്ട് ജനിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഇപ്പോൾ എത്രാമത്തെ ജന്മമാണെന്ന് വെച്ചാൽ ജീവിതത്തിൽ എൻ്റെ ഒരു ജന്മത്തിൽ തന്നെ പല ജന്മത്തിൻ്റെ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ 102 സീറ്റിൽ UDF എത്തി. ഇപ്പം എന്നെ അറിയാവുന്നവർക്കറിയാം, 99 സീറ്റിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായി ഭരണം വന്നു നിൽക്കുന്ന സമയത്ത് UDF ഇനി ഇല്ല, UDF തീർന്നു എന്ന് പറയുന്ന സമയത്തും എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം, അന്ന് ഞാൻ പറഞ്ഞു UDF 100 സീറ്റിൽ തിരിച്ചു വരും, 100 സീറ്റ് തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അത് വന്നതിൻ്റെ എൻ്റെ വലിയ സന്തോഷം, ഒത്തിരി സന്തോഷം. അപ്പം ഞാൻ അന്ന് 2018 ശബരിമല പ്രശ്നം തുടങ്ങുന്നത്. അപ്പോൾ അന്ന് ഞാനത് ആദ്യം എൻ്റെ മൊബൈലിൽ ഈ സംഭവത്തെപ്പറ്റി ഞാൻ കേൾക്കുക. അപ്പോൾ അന്ന് ഞാൻ പനി പിടിച്ച് കിടക്കുന്ന സമയം. എൻ്റെ ഫേസ്ബുക്കിലൊക്കെ എന്നറിയാവുന്ന കെ പ്രദീപ് എന്നാണ് എൻ്റെ ഫേസ്ബുക്ക്. അപ്പോൾ അതിൽ എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം, അന്ന് ഞാനൊരു വീഡിയോ അതിലിട്ടിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്, ശബരിമല ആചാരങ്ങൾക്കെതിരെയുള്ള കോടതി വിധിയെ അനുകൂലിച്ച് അയ്യപ്പൻ്റെ വിശ്വാസങ്ങളെ വലിച്ചിഴച്ച കമ്മ്യൂണിസ്റ്റ് ഭരണം ഈ കേരളത്തിൽ തീർന്ന ശേഷമേ എൻ്റെ താടിയും മുടിയും വെട്ടുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഇന്നിപ്പോൾ 8 വർഷമായി. പിണറായി ആദ്യത്തെ ഭരണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ 10 വർഷം, അപ്പോൾ 8 വർഷമായി. അതിൻ്റെ ആ ഒരു ശപഥപൂർത്തീകരണം ഇന്ന് രാവിലെ ഞാൻ പായസം ഉണ്ടാക്കി. ആദ്യത്തെ അതിലൊരു ഗ്ലാസ് പായസം കുടിച്ചു. അതിനുശേഷം എൻ്റെ താടിയുടെ മുടിയുടെ സ്വല്പം കട്ട് ചെയ്ത് കളഞ്ഞു. ഞാനതിൽ വളരെ സന്തോഷമായിട്ട് നിൽക്കുന്നു. ആദ്യമായി ഈ പ്രതിഷേധത്തിന് സഹകരിച്ച എല്ലാവർക്കും, അതെ, പിന്നെ നമ്മുടെ പ്രതിപേട്ടൻ ഞങ്ങൾ കെ എന്നാണ് വിളിക്കുന്നത്. പുള്ളി പിണറായിസിനെതിരെ താടിയും മുടിയും വളർത്തി പിണറായി എന്ന് അധികാരത്തിൽ നിന്ന് ഒഴിയുന്നോ അന്ന് മാത്രമാണ് താടിയും മുടിയും വെട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഇരുന്ന വ്യക്തി കോൺഗ്രസ് നല്ലൊരു ഭരണത്തിൽ വന്നു. ആ ഭരണത്തിന് ശേഷം പുള്ളി താടിയും മുടിയും പഠിക്കുന്നതാണ്. അതിനുവേണ്ടി പുള്ളി സഹകരിച്ച പ്രതിപേട്ടയ്ക്കും എല്ലാവിധ ആശംസകൾ നൽകുന്നു. 2018 ശബരിമല സ്ത്രീ പ്രവേശന വിധി വന്ന സമയത്താണ് പിണറായി വിജയൻ ഭരണം അവസാനിച്ചിട്ടേ താൻ താടിയും മുടിയും വടിക്കുവെന്ന് പ്രതിജ്ഞയെടുത്തത്. ഒപ്പം 3 വർഷത്തോളം ഓട്ടോറിക്ഷയിൽ ഒറ്റയ്ക്ക് കേരളത്തിലെമ്പാടും സഞ്ചരിച്ച് അയ്യപ്പന് വേണ്ടി ഏവരും ഒരുമിക്കാൻ ആഹ്വാനം ചെയ്തു. കഴിഞ്ഞ ദിവസം
നീട്ടി വളർത്തിയ താടിയുടെയും മുടിയുടെയും അറ്റം പ്രദീപ് മുറിച്ചു. വീഡിയോ ഫേസ്ബുക്കിലിട്ടു. ഒപ്പം നാട്ടുകാർക്ക് പായസ വിതരണവും നടത്തി. എറണാകുളത്ത് സ്വകാര്യ സ്ഥാപനത്തിൽ അക്കൗണ്ടന്റായിരുന്ന പ്രദീപ് പിതാവിന് സുഖമില്ലാതെയായതോടെയാണ് ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തിയത്. ഓൺലൈനായി ജോലി തുടരാനാണ് തീരുമാനം.